ഇനി നമുക്ക് നോക്കാനുള്ളത് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഇക്കണോമിക് കണ്ടീഷൻ എന്താണ്? അങ്ങനെ ഒരു കണ്ടീഷൻ നാം പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇന്ത്യാസ് കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഇന്ത്യയുടെ ഇക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു? ദ വെരി ഫസ്റ്റ് വൺ, ദ ഇന്ത്യൻ ഇക്കോണമി വാസ് മെയിൻലി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻ ക്യാരക്ടർ. അന്നത്തെ ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രത്യേകത, ഇന്ത്യൻ ഇക്കോണമി കൂടുതലായി ആശ്രയിച്ചിരുന്നത് അഗ്രികൾച്ചറിനെയാണ്. കൂടാതെ ആളുകൾ പൊതുവിൽ താമസിച്ചിരുന്നത് റൂറൽ ഏരിയാസിലായിരുന്നു. അതായിരുന്നു ഇൻഡിപെൻഡൻസ് എറയിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു പ്രത്യേകത. സെക്കൻഡ് വൺ, about 70% of the working population was employed in agriculture. ആകെ വർക്കിംഗ് പോപ്പുലേഷൻ, അതായത് ജോലി ചെയ്യുന്ന ആകെ ആളുകളിൽ 70% ആളുകൾ അഗ്രികൾച്ചർ അല്ലെ കൃഷിയാണ് ആശ്രയിച്ച് വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് മറ്റൊരു ഫീച്ചർ അല്ലെ ആ കാലഘട്ടത്തിലെ മറ്റൊരു കണ്ടീഷനാണ് about 85% of the population was living in the villages. ആകെ പോപ്പുലേഷൻ്റെ 85% മുകളിലുള്ള ആളുകൾ വില്ലേജസിലായിരുന്നു താമസിച്ചിരുന്നത്. മറ്റൊരു കണ്ടീഷനാണ് യൂസ്ഡ് ലോ പ്രൊഡക്ടിവിറ്റി ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഒക്കെ വളരെ ലോ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ടെക്നോളജി ആയിരുന്നു ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് മറ്റൊരു ഫീച്ചറാണ് അല്ലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വെയർ വൈഡ് സ്പ്രെഡ്. അതായത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് എറയിൽ ഉണ്ടായിരുന്ന കുറേയധികം കണ്ടീഷൻസ് ഇവയൊക്കെ ആയിരുന്നു. ഈ പ്രോബ്ലംസ് പരിഹരിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇത് പരിഹരിക്കുന്നതിനുള്ള, അതായത് ഈ മുകളിൽ പറഞ്ഞ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനുള്ള കുറേയധികം സ്റ്റെപ്സ് എടുത്തിരുന്നു. അതിനുവേണ്ടി കുറേയധികം ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഇന്ത്യ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. What are the main objectives of India's development plan? First one, initiate rapid economic growth. വേഗത്തിലുള്ള ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക. നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളോടൊപ്പം തന്നെ കുതിച്ചുയരുന്നതിന് വേണ്ടിയിട്ട് വേഗത്തിലുള്ള വളർച്ച ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ, സെറ്റപ്പ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് നാം കൂടുതൽ ബേസിക് ഇൻഡസ്ട്രീസിന്, നമ്മുടെ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം നൽകുക. അതാണ് ഇൻഡസ്ട്രിയൽ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. തേർഡ് വൺ, റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഏതൊരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇൻകവും വെൽത്തും ഈക്വലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. വെൽത്ത് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കുക. സമ്പത്ത് ഏതെങ്കിലും ഒരു വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയണിൽ മാത്രം കുമിഞ്ഞു കൂടുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ആളുകളിലേക്കും വരുമാനവും സമ്പത്തും എത്തിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് എടുത്തൊരു സ്റ്റെപ്പ്. മറ്റൊരു സ്റ്റെപ്പാണ് അഡോപ്റ്റ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ. നമുക്ക് ഇവിടെ ഇക്വാലിറ്റി, എല്ലാ പേർക്കും സമത്വവും നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ പ്രിവെന്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ. ആളുകൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അതിനൊക്കെ, അതായത് കുറേ മിഡിൽ മെൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ കർഷകരെയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഗവൺമെൻറ് ഇടപെട്ടു തുടങ്ങി. മറ്റൊരു സ്റ്റെപ്പാണ് ഗവൺമെൻറ് ഹാവ് ലീഡ് റോൾ ടു പബ്ലിക് സെക്ടർ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ്. അതായത് ഇവിടെ പബ്ലിക് സെക്ടറിന് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ്, അതായത് റോഡ്, റെയിൽ, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇതൊക്കെ തന്നെ നാം ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഇക്കണോമിക് കണ്ടീഷൻസ് മാറ്റിമറിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇക്കണോമിക് റിഫോംസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. 1991 മുൻപുള്ള ഇന്ത്യയും 1991 ശേഷമുള്ള ഇന്ത്യയും. ദാറ്റ് മീൻസ് till 1991 ഇന്ത്യ ഫോളോഡ് ആൻ ഇക്കണോമിക് പോളിസി വിത്ത് എ സോഷ്യലിസ്റ്റ് ബേസിസ്. അതായത് പൂർണ്ണമായൊരു സോഷ്യലിസ്റ്റ് ബേസ് ആയിരുന്നു 1991 വരെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ജൂലൈ 1991
ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവരികയും ഇത്തരത്തിലേക്ക് പോളിസീസ് കൊണ്ടുവന്നതോടുകൂടി നിലവിലുണ്ടായിരുന്ന രീതികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതായത് ആ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് തന്നെ വളരെ ഫോഴ്സ്ഫുള്ളായ, വളരെ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു അവയൊക്കെ. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഈ നമ്മുടെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ബേസിക് ഫീച്ചേഴ്സ്, ദ ബ്രോഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പോളിസി. ഒന്നാമതായി നമുക്ക് പറയാൻ പറ്റും, ദ ഗവൺമെൻറ് reduced the number of industries under compulsory licensing to 6. അതായത് ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് 6 തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് മാത്രം കമ്പൽസറി ലൈസൻസ് കൊണ്ടുവരിക. മുമ്പ് നിരവധിയായ കമ്പനികൾക്ക്, അതായത് ഇൻഡസ്ട്രീസിനൊക്കെ കമ്പൽസറി ലൈസൻസിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഗവൺമെൻറ് 1991 പോളിസി വന്നതിന് ശേഷം ഇൻഡസ്ട്രീസിൻ്റെ ലൈസൻസിങ് 6 ടൈപ്പ് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് കുറച്ചു. മറ്റൊന്നാണ്, ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ വാസ് ലിമിറ്റഡ് ഓൺലി 4 ഇൻഡസ്ട്രീസ്. അതായത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കെന്ന് പറയുന്നത് ആകെ 4 മേഖലകളിലേക്ക് മാത്രമായിട്ട് മാറ്റി. ഇത് നാം നമ്മുടെ +1 തന്നെ ബിസിനസ് സ്റ്റഡീസിലും അതുപോലെ തന്നെ +1 ഇക്കണോമിക്സിലുമൊക്കെ നിങ്ങൾ പല പല ചാപ്റ്റേഴ്സിലായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു പ്രത്യേകതയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഇക്വിറ്റീസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്ന ഒരു രീതിയായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചറായിരുന്നു പോളിസി ടുവേർഡ്സ് ഫോറിൻ ക്യാപിറ്റൽ വാസ് ലിബറലൈസ്ഡ്. അതായത് ഇന്ത്യയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും FDI എന്ന് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് വിദേശത്തുള്ള ഒരു സ്ഥാപനത്തിനോ ഒരു കമ്പനിക്കോ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള അനുവാദമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് 100% FDI ഉറപ്പുവരുത്തി. മറ്റൊന്നാണ്, ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് നൗ ഗ്രാൻഡഡ് ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്. അതായത് ഫോറിൻ കമ്പനീസുമായി ചേർന്നിട്ട് സഹകരിച്ചിട്ട് ടെക്നോളജി എഗ്രിമെൻറ്റ്, നമ്മളതായത് ടെക്നോളജി കൈമാറ്റങ്ങൾ നടത്താറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചുമൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ പെർമിഷനൊക്കെ ഓട്ടോമാറ്റിക്കാക്കി വളരെ ഫ്ലെക്സിബിളാക്കി മാറ്റി. പിന്നെ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറയുന്ന FIPB എന്ന് പറയുന്ന ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പരമാവധി കൊണ്ടുവരിക, അല്ലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.